ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിന്റെ ബേസിക് സയൻസിന്റെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ആകെയുള്ള 8 ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എഡിബിൾ പ്ലാന്റ് പാർട്സ് ആൻഡ് സം എക്സാമ്പിൾസ് ആർ ഗിവൺ ബിലോ. ഭക്ഷ്യയോഗ്യമായ സസ്യഭാഗങ്ങളും കുറച്ച് ഉദാഹരണങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂട്ടബിളി. താഴെ നൽകിയിരിക്കുന്ന ടേബിൾ കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എഡിബിൾ പ്ലാന്റ് പാർട്സ് ഏതെല്ലാമാണ്? സ്റ്റെം ഓർ അണ്ടർഗ്രൗണ്ട് സ്റ്റെം, പിന്നെയോ സ്റ്റോറേജ് റോഡ്, ലീഫ്, ഫ്ലവർ, ഫ്രൂട്ട്, സീഡ്. ഇനി അവ ഓരോന്നിനും ഉദാഹരണങ്ങൾ പൂരിപ്പിക്കുകയാണ് നമ്മൾക്ക് വേണ്ടത്. സ്റ്റെം ഓർ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന് ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. ഏതാണത്? ഷുഗർ കെയിൻ, കരിമ്പ് അല്ലേ. മറ്റൊരു എക്സാമ്പിൾ ഏതാണ്? പൊട്ടറ്റോ, കിഴങ്ങ് അല്ലേ. ഇനി സ്റ്റോറേജ് റൂട്ടിന്റെ എക്സാമ്പിൾ അവിടെ നൽകിയിട്ടുണ്ട്. ഏതെല്ലാമാണത്? ടാപ്പിയോക്ക, കപ്പ, ക്യാരറ്റ്. ഇനി ലീഫ് എഡിബിൾ പാർട്ടായി വരുന്ന പ്ലാന്റ്സ് ഏതെല്ലാമാണ്? ഒരു എക്സാമ്പിൾ അവിടെ നൽകിയിട്ടുണ്ട്. ഏതാണത്? മുരിങ്ങ. ഇനി ഏതാണുള്ളത്? അമറാന്തസ്, ചീര അല്ലേ. ഇനിയോ ഫ്ലവർ എഡിബിൾ പാർട്ടായി വരുന്ന പ്ലാന്റ്സ് ഏതെല്ലാമാണ്? അവിടെ നൽകിയിട്ടുണ്ട്, കോളിഫ്ലവർ. മറ്റൊരു ഉദാഹരണം ഏതാണ്? പ്ലാന്റെയിൻ, വാഴയുടെ പൂവ്. അത് വലുതായാണ് വാഴയ്ക്കയായി മാറുന്നത്. പിന്നെയോ ഫ്രൂട്ട് എഡിബിൾ പാർട്ടായി വരുന്ന പ്ലാന്റ്സ് ഏതെല്ലാമാണ്? ഒരുപാടുണ്ട് അല്ലേ. അവിടെ ഏതാണ് നൽകിയിരിക്കുന്നത്? കുക്കുംബർ, കക്കിരി. മറ്റൊരു ഉദാഹരണം ഏതാണ്? പംകിൻ, മത്തൻ അല്ലേ. ഇനിയും ഒരുപാടുണ്ട്. ഏതെങ്കിലും ഒന്ന് അവിടെ എഴുതിയാൽ മതി. ഇനിയോ സീഡ് എഡിബിൾ പാർട്ടായി വരുന്ന പ്ലാന്റ്സ് ഏതെല്ലാമാണ്? അവിടെ നൽകിയിരിക്കുന്ന ഉദാഹരണം ഏതാണ്? പാഡി, നെല്ല് അല്ലേ. ഇനി മറ്റൊരു ഉദാഹരണം ഏതാണ്? വീറ്റ്, ഗോതമ്പ് അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഇൻ വിച്ച് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സസ്യഭാഗത്തിന്റെ പേരെഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഏതാണത്? ലീഫ്, ഇലയിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്. താഴെ നൽകിയിരിക്കുന്നവയിൽ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലാമാണ് നൽകിയിരിക്കുന്നത്? വാട്ടർ, വെള്ളം, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫിൽ, ഹരിതകം, ഓക്സിജൻ, സൺലൈറ്റ്, സൂര്യപ്രകാശം. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമില്ലാത്തത് ഏതാണ്? ഓക്സിജൻ ആണ് അല്ലേ. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഓക്സിജൻ ആണ് പുറത്തേക്ക് വിടുന്നത് അല്ലേ. ആക്ടിവിറ്റി 2, ഒബ്സർവ് ദ പ്ലാന്റ്സ് ഗിവൺ ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന സസ്യങ്ങൾ നിരീക്ഷിക്കുക. ഏതെല്ലാമാണ് നൽകിയിരിക്കുന്നത്? ഫസ്റ്റ് വൺ വാൻഡ, മരവാഴ. സെക്കൻഡ് വൺ ലൊറാന്തസ്, ഇത്തിൽ കണ്ണി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബോത്ത് ദീസ് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ഫോർ ദെയർ ഗ്രോത്ത്. ഇവിടെ നൽകിയിരിക്കുന്ന 2 സസ്യങ്ങളും അവയുടെ വളർച്ചയ്ക്ക് വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. റൈറ്റ് ദ കാറ്റഗറി ഓഫ് ഈച്ച് പ്ലാന്റ്. ഓരോ സസ്യവും ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നെഴുതണം. ഹൗ ഡു ദേ ഡിഫർ. എങ്ങനെയാണ് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നും എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. വാൻഡ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? എപ്പിഫൈറ്റ്. എന്നാൽ ലൊറാന്തസ് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? പാരസൈറ്റ്. വാൻഡയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അതർ പ്ലാന്റ്സ് ഓൺലി ഫോർ ഷെൽട്ടർ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്. മരവാഴ തണലിനു വേണ്ടി മാത്രമാണ് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അത് ആതിഥേയ സസ്യങ്ങൾക്ക് ദോഷം ചെയ്യില്ല. എന്നാൽ ലൊറാന്തസിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് അബ്സോർബ്സ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ആൻഡ് ഇറ്റ് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്. ഇത്തരം സസ്യങ്ങൾ ജലവും ലവണങ്ങളും എല്ലാം ആതിഥേയ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുകയും അവർക്ക് ദോഷം ചെയ്യുകയും ചെയ്യുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് റിലേറ്റഡ് ടു മഷ്റൂം. താഴെ നൽകിയിരിക്കുന്നവയിൽ കൂണുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? മഷ്റൂംസ് ആർ സാപ്രോഫൈറ്റ്സ്. കൂണുകൾ ജീർണിച്ച വസ്തുക്കൾ കൊണ്ട് വളരുന്ന ചെടിയാണ്. പിന്നെയോ മഷ്റൂംസ് ഹാവ് ക്ലോറോഫിൽ. കൂണുകൾക്ക് ഹരിതകമുണ്ട്. മഷ്റൂംസ് ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് ഫംഗൈ.
കൂണുകൾ ഫംഗസ് വിഭാഗത്തിലാണ് പെടുന്നത്. ഏതാണ് ആൻസർ? മഷ്റൂംസ് ഹാവ് ക്ലോറോഫിൽ. കൂണുകൾക്ക് ഹരിതകമുണ്ട് എന്ന് പറഞ്ഞ പ്രസ്താവന തെറ്റാണ്, അല്ലേ? ക്ലോറോഫിൽ സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നവയാണ്. കൂണുകൾക്ക് പച്ച നിറമാണോ ഉള്ളത്? അല്ല. ആക്ടിവിറ്റി 3, ഒബ്സർവ് ദ പിക്ചേഴ്സ്. താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ഏതെല്ലാം ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? പെപ്പർ കുരുമുളക്, ബിറ്റർ ഗോഡ് കയ്പ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പെപ്പർ ആൻഡ് ബിറ്റർ ഗോഡ് ആർ ക്ലൈംബേഴ്സ്. കുരുമുളകും കയ്പയും ആരോഹികളാണ്. റൈറ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ദെയർ സ്റ്റെം. അവയുടെ തണ്ടിന്റെ പ്രത്യേകതകൾ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിന്റെ പ്രത്യേകതകൾ? വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ്. ബലമില്ലാത്ത തണ്ടുള്ള സസ്യങ്ങളാണ്. ക്ലൈംബ് ഓൺ അതർ പ്ലാന്റ്സ് വിത്ത് ദ സപ്പോർട്ട്. ഒരു പിന്തുണയോടെയാണ് മറ്റു ചെടികളിൽ ഇവ കയറുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്സ് ഹെൽപ് ദീസ് പ്ലാന്റ്സ് ടു ക്ലൈംബ് ഓൺ അതർ പ്ലാന്റ്സ്? മറ്റു ചെടികളിൽ ഇവയ്ക്ക് കയറാനായി സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഇൻ പെപ്പർ കുരുമുളകിൽ ക്ലിങ്ങിങ് റൂട്ട്, ബിറ്റർ ഗോഡ് കയ്പയിലോ ടെൻഡ്രിൽസ്. Third question, how does sweet potato differ from the plants shown in the above pictures? മുകളിൽ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും മധുരക്കിഴങ്ങ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? Sweet potato is a creeper. മധുരക്കിഴങ്ങ് ഒരു ഇഴവള്ളിയാണ്. Weak stemmed plants that grow creeping on the ground. ഇത്തരം ബലമില്ലാത്ത തണ്ടുകളുള്ള ചെടികൾ തറയിൽ പടർന്നാണ് വളരുന്നത്. Fourth question, write an example of a plant in which pneumatophores are seen. വായുവേരുകൾ കാണപ്പെടുന്ന ഒരു സസ്യത്തിന് ഉദാഹരണം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഏതാണത്? മാൻഗ്രൂവ്സ്, കണ്ടൽ ചെടികളാണ്, അല്ലേ? ആക്ടിവിറ്റി 4, ഒബ്സർവ് ദ പാർട്സ് ഓഫ് ദ പ്ലാന്റ് ഗിവൺ ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന സസ്യഭാഗങ്ങൾ നിരീക്ഷിക്കുക. ഒന്നാമത്തേത് എന്താണ്? എലഫന്റ് യാം, ചേനയാണ്, അല്ലേ? പിന്നെയോ ടാപ്പിയോക്ക, കപ്പയാണ്. Aren't these parts of the plant seen under the soil? ഈ സസ്യഭാഗങ്ങൾ മണ്ണിനടിയിലല്ലേ കാണാറുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which one of these plants sprouts when it is cut and planted? തന്നിരിക്കുന്നവയിൽ മുറിച്ചു നട്ടാൽ മറ്റൊരു സസ്യമായി വളരുന്ന സസ്യഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എലഫന്റ് യാം, ചേനയാണ്, അല്ലേ? റൈറ്റ് 2 reasons for this. ഇതിന് 2 കാരണങ്ങൾ എഴുതുക. എന്താണ് കാരണം? ഇറ്റ് ഈസ് എ മോഡിഫൈഡ് സ്റ്റെം. ഇത് ഒരു രൂപാന്തരപ്പെട്ട തണ്ടാണ്. Such stems seen below the soil are underground stems. ഇത്തരം മണ്ണിനടിയിൽ കാണപ്പെടുന്ന തണ്ടുകളാണ് ഭൂകാണ്ഡങ്ങൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ സ്റ്റോറേജ് റൂട്ട്സ്? താഴെ നൽകിയിരിക്കുന്നവയിൽ സംഭരണ വേരുകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ്, ജിഞ്ചർ ഇഞ്ചി, ടർമറിക് മഞ്ഞൾ, ക്യാരറ്റ്, ചൈനീസ് പൊട്ടറ്റോ കൂർക്ക. ഏതെല്ലാമാണ് സ്റ്റോറേജ് റൂട്ട്സ്? സ്വീറ്റ് പൊട്ടറ്റോ, ക്യാരറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ നൽകിയിരിക്കുന്ന ടേബിള് കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്? അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന് എക്സാമ്പിൾസ് ആണ് കൊളോക്കേഷ്യ ചേമ്പ്, ഒനിയൻ ഉള്ളി. ഇനിയോ ബീട്രൂട്ട് ആൻഡ് ടാപ്പിയോക്ക. ബീട്രൂട്ടും കപ്പയും ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? സ്റ്റോറേജ് റൂട്ട്. ആക്ടിവിറ്റി 5, ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു വാട്ടർ സൈക്കിൾ. ജലചക്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് നിരീക്ഷിക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പ്രോസസ്സസ് വിച്ച് ഹെൽപ് ദ ഫോർമേഷൻ ഓഫ് റെയിൻ ആൻഡ് ഫിൽ ദം ഇൻ ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട്. മഴയുണ്ടാവാൻ സഹായിക്കുന്ന പ്രക്രിയകൾ തിരിച്ചറിഞ്ഞ് താഴെ നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. മഴയുണ്ടാവുന്നത് എങ്ങനെയാണ്? ക്ലൗഡ്സ് മേഘങ്ങൾ, റെയിൻ ഡ്രോപ്പ് മഴത്തുള്ളികളായി മാറുന്നു. ഈ മഴത്തുള്ളികൾ വാട്ടർ ഓർ വാട്ടർ ബോഡീസ് ജലാശയങ്ങളിലേക്ക് എത്തുന്നു. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? കണ്ടൻസേഷൻ, ഘനീഭവിക്കലാണ്. പിന്നെയോ വാട്ടർ ബോഡീസ് ജലാശയങ്ങളിൽ നിന്ന് വാട്ടർ വേപ്പർ ജലബാഷ്പമായി മാറി ടു ദ ക്ലൗഡ്സ് മേഘങ്ങളിലേക്ക് പോകുന്നു. ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ഇവാപറേഷൻ,
ബാഷ്പീകരണമാണ് അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് 2 മെത്തേഡ്സ് യൂസ്ഡ് ഫോർ റെയിൻ വാട്ടർ കൺസർവേഷൻ. മഴവെള്ളം സംരക്ഷിക്കുന്നതിനായി ഉപയോഗിക്കുന്ന 2 രീതികൾ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഏതെല്ലാമാണ്? റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ്, മഴക്കുഴി, മഡ് വാൾസ്, മൺചുവരുകൾ, പ്രിപ്പയറിംഗ് ബേസിൻസ് അറൗണ്ട് ട്രീസ്, മരങ്ങൾക്ക് ചുറ്റും തടമെടുക്കൽ. കൂട്ടുകാർ ഏതെങ്കിലും 2 എണ്ണം മാത്രം എഴുതിയാൽ മതി. തേർഡ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ. താഴെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. ഹൗ മച്ച് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഡസ് ദിസ് വെസൽ കണ്ടെയ്ൻ? ഈ പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളത്തിനാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്? എത്ര ലിറ്റർ വെള്ളമാണ്? 10 സെന്റിമീറ്റർ വീതിയും 10 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളമാണ് ഉൾക്കൊള്ളുന്നത്. നമ്മൾക്കറിയാം 10 സെന്റിമീറ്റർ ഇൻറ്റു 10 സെന്റിമീറ്റർ ഇൻറ്റു 10 സെന്റിമീറ്റർ is equal to 1000 cubic centimeter. 1000 cubic centimeter is equal to 1 liter. Activity 6. First question. Complete the table suitably related to dissolving property. ലയന സ്വഭാവവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ആദ്യത്തെ കോളത്തിൽ എന്താണ് നൽകിയിരിക്കുന്നത്? സൊല്യൂട്ട്, ലീനമാണ്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളത്തിൽ ഇത് നമ്മൾ പൂർത്തിയാക്കണം. രണ്ടാമത്തെ കോളത്തിൽ നോക്കൂ, എന്താണ് നൽകിയിരിക്കുന്നത്? വാട്ടർ അല്ലേ? നമുക്കറിയാം വാട്ടർ എന്നത് യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ ഹെഡിങ് നൽകേണ്ടത്? സോൾവെന്റ്. ഇനി അടുത്ത കോളത്തിൽ നോക്കൂ, സോഡ വാട്ടർ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്നെല്ലാമാണ് നൽകിയിരിക്കുന്നത്. നമ്മൾക്കറിയാം അതെല്ലാം സൊല്യൂഷൻസ് ആണ്, ലായനികളാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് അവിടെ ഹെഡിങ് നൽകേണ്ടത്? സൊല്യൂഷൻ, ലായനി. ഇനി നോക്കൂ, ഒന്നാമത്തെ കോളത്തിൽ ആദ്യത്തേതിന് സൊല്യൂട്ട് എന്താണെന്ന് നൽകിയിട്ടില്ല, പക്ഷേ സോൾവെന്റ് എന്താണെന്നും സൊല്യൂഷൻ എന്താണെന്നും നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണിത്? സോൾവെന്റ് എന്താണ്? വാട്ടർ, ജലമാണ് അല്ലേ? സൊല്യൂഷൻ, ലായനി എന്താണ്? സോഡ വാട്ടർ ആണ്. ജലത്തിൽ എന്ത് ലീനം ചേർക്കുമ്പോഴാണ് സോഡ വാട്ടർ എന്ന സൊല്യൂഷൻ നമ്മൾക്ക് കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കൂ, എന്താണ് സൊല്യൂട്ടായി നൽകിയിരിക്കുന്നത്? ഷുഗർ, പഞ്ചസാരയാണ് അല്ലേ? സോൾവെന്റ് എന്താണ്? വാട്ടർ ആണ്. ഷുഗർ വാട്ടറിൽ ലയിക്കുമ്പോൾ എന്ത് സൊല്യൂഷൻ ആണ് നമ്മൾക്ക് ലഭിക്കുന്നത്? അതെ, ഷുഗർ സൊല്യൂഷൻ ആണ് അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കൂ, സൊല്യൂട്ടും സോൾവെന്റും എന്താണെന്ന് അറിയില്ല, പക്ഷേ സൊല്യൂഷൻ എന്താണ് ലഭിച്ചിരിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് അല്ലേ? അതിലെ സൊല്യൂട്ട് എന്തായിരിക്കും? കോപ്പർ സൾഫേറ്റ് ആയിരിക്കും. അതിലെ സോൾവെന്റ് എന്താണ്? വാട്ടർ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 3 statements related to water are given below. ജലവുമായി ബന്ധപ്പെട്ട 3 പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. Pick out the correct statements from them. അതിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. First statement, the major portion of water present on earth is pure. ഭൂമിയിൽ ഭൂരിഭാഗവും ശുദ്ധമായ വെള്ളമാണ് കാണപ്പെടുന്നത്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ല അല്ലേ? ഭൂമിയിൽ ഭൂരിഭാഗവും ഉപ്പുവെള്ളമാണ് അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, വാട്ടർ ഈസ് കോൾഡ് ദ യൂണിവേഴ്സൽ സോൾവെന്റ് ഡ്യൂ ടു ഇറ്റ്സ് ഡിസോൾവിംഗ് പ്രോപ്പർട്ടി. ലയന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തെ സാർവിക ലായകം എന്ന് വിളിക്കുന്നു. അത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ? തേർഡ് സ്റ്റേറ്റ്മെന്റ്, വാട്ടർ വേപ്പർ ഈസ് ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ. ജലത്തിന്റെ വാതക അവസ്ഥയാണ് ജലബാഷ്പം. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആക്ടിവിറ്റി 7, ഒബ്സർവ് ദ പിക്ചർ. താഴെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഈസ് പിക്ചറൈസ്ഡ്? ജലത്തിന്റെ ഏത് സവിശേഷതയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? വാട്ടർ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ജലത്തിന് പ്രത്യേക ആകൃതിയില്ല. ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ജലത്തിന് അതെടുക്കുന്ന പാത്രത്തിന്റെ ആകൃതിയാണ്. വാട്ടർ മെയിൻറ്റെയിൻ ഇറ്റ്സ് ലെവൽ. ജലം അതിന്റെ അളവ് നിലനിർത്തുന്നു. Second question, what changes in the water level can be seen if we put some sand in the middle vessel? നടുവിലുള്ള പാത്രത്തിൽ കുറച്ച് മണൽ തരികൾ ഇട്ടാൽ വെള്ളത്തിന്റെ അളവിൽ എന്തു മാറ്റമാണ് സംഭവിക്കുന്നത്? വാട്ടർ ലെവൽ ഇൻക്രീസസ്. വെള്ളത്തിന്റെ അളവ് കൂടുന്നു അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ വാട്ടർ ലെവൽ ഇൻ ദ നിയർ ബൈ വെൽസ് അഫക്റ്റഡ് ഇഫ് സാൻഡ് ഈസ് മൈൻഡ് ഫ്രം റിവേഴ്സ്? പുഴകളിൽ നിന്നും മണൽ വാരുമ്പോൾ അതിനടുത്തുള്ള കിണറുകളിലെ ജലത്തിന്റെ അളവിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? വാട്ടർ ലെവൽ ഡിക്രീസസ്.
വെള്ളത്തിന്റെ അളവ് കുറയുന്നു. ആക്ടിവിറ്റി 8 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽസ് ഓഫ് ആൻ എക്സ്പെരിമെന്റ് റിലേറ്റഡ് ടു പാസിംഗ് ഓഫ് ലൈറ്റ് ത്രൂ സം സബ്സ്റ്റൻസസ് ആർ ഗിവൺ ബിലോ. കുറച്ച് വസ്തുക്കളിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണത്തിന്റെ വിവരങ്ങളാണ് താഴെ പട്ടികയായി നൽകിയിരിക്കുന്നത്. അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് ടു കൺക്ലൂഷൻസ്. പട്ടിക നന്നായി നിരീക്ഷിച്ച് അതിന് 2 നിഗമനങ്ങൾ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഗ്ലാസ് ഷീറ്റിലൂടെയും വാട്ടറിലൂടെയും ലൈറ്റ് കടന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഡസ് നോട്ട് മേക്ക് ഷാഡോ, അവ നിഴലുണ്ടാക്കുന്നുമില്ല. ഇനി ബാക്കിയുള്ള വസ്തുക്കളെ നോക്കൂ. പേപ്പർ, സ്റ്റീൽ പ്ലേറ്റ്, മിറർ, വുഡ്, ക്ലോത്ത് എന്നിവയൊന്നും ഡസ് നോട്ട് പെർമിറ്റ് ലൈറ്റ് പാസ് ത്രൂ, പ്രകാശം കടത്തി വിടുന്നില്ല. അതേപോലെ തന്നെ മേക്സ് ഷാഡോ, അവയെല്ലാം നിഴലുണ്ടാക്കുന്നുമുണ്ട്. അപ്പോൾ എന്ത് നിഗമനത്തിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്? ലൈറ്റ് കടത്തി വിടുന്നവയെ നമ്മൾ ട്രാൻസ്പാരന്റ് ഒബ്ജക്ട്സ് എന്നും ലൈറ്റ് കടത്തി വിടാത്തവയെ ഒപാക് ഒബ്ജക്ട്സ് എന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻസ് എന്തെല്ലാമാണ്? ട്രാൻസ്പാരന്റ് ഒബ്ജക്ട്സ് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ആൻഡ് ഡസ് നോട്ട് മേക്ക് ഷാഡോ. സുതാര്യമായ വസ്തുക്കൾ പ്രകാശം കടത്തിവിടുന്നു, അവ നിഴലുണ്ടാക്കുന്നില്ല. ഒപാക് ഒബ്ജക്ട്സ് ഡസ് നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ആൻഡ് ഇറ്റ് മേക്ക് ഷാഡോ. അതാര്യമായ വസ്തുക്കൾ പ്രകാശം കടത്തിവിടുന്നില്ല, അതേപോലെ തന്നെ അത് നിഴലുണ്ടാക്കുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ് ഫ്രം ദീസ് ഒബ്ജക്ട്സ്. തന്നിരിക്കുന്നവയിൽ നിന്നും സുതാര്യമായ വസ്തുക്കൾ തിരഞ്ഞെടുക്കുക. ഏതെല്ലാമാണ്? ഗ്ലാസ് ഷീറ്റ്, വാട്ടർ. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ടേം ഈസ് യൂസ്ഡ് ഫോർ ദ ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ. പ്രകാശം കടത്തി വിടാത്ത വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്ന ഒരു പേരുണ്ട്. ഏതാണത്? ഒപാക് ഒബ്ജക്ട്സ്, അതാര്യ വസ്തുക്കൾ. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.